അപ്പോൾ സുഹൃത്തുക്കളെ, ബംഗ്ലാദേശ് നമ്മൾ എല്ലാം പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല ഞെരിപ്പായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ബംഗ്ലാദേശിൽ ഏതാണ്ട് 1,62,00,000 ഹിന്ദുക്കളെന്നാണ് ദൈവത്തിനറിയുന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബംഗ്ലാദേശിൽ 33% ഹിന്ദുക്കളായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ഒരുപാട് പേര് അങ്ങനെയാണ്. ചിലരൊക്കെ 24% വരെ ഒന്ന് കുറയ്ക്കുന്നുണ്ട്. എന്ന് വാങ്ങിക്കോട്ടെ, 24-നും 33-നും ഇടയ്ക്കുണ്ടായിരുന്നു. ഇപ്പോൾ എത്ര ഹിന്ദുക്കളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും നിശ്ചയമൊന്നുമില്ല. എന്നാലും 5 മുതൽ 7 വരെ ശതമാനം എന്ന് പറയുന്നു. എണ്ണം പറയുമ്പോൾ 1,62,00,000 എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും അത് ഡ്രാസ്റ്റിക്കായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഞാൻ ഒട്ടും അത്ഭുതപ്പെടുന്നില്ല. ഗസ്വായെ ഹിന്ദ് എന്നൊരു മുദ്രാവാക്യം മുസ്ലിം ബ്രദർഹുഡ്, ജമായത്തെ ഇസ്ലാമി ഇതുപോലുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളിലേക്ക് മുദ്രാവാക്യമാണ്. നമുക്കിവിടെ കേരളത്തിൽ ആ മുദ്രാവാക്യം കേൾക്കാത്തത് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. ഗസ്വായെ ഹിന്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളെ മുഴുവൻ മുസ്ലിമാക്കുക. ഹിന്ദുക്കളെ മാത്രമല്ല, ഈ ഹിന്ദുക്കൾ എന്ന് കേൾക്കുമ്പോൾ പലരും ഹിന്ദുക്കൾ മാത്രമാണെന്ന് ധരിക്കും. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം അല്ലാത്തവർ എന്നേ അർത്ഥമുള്ളൂ. ഗജ്വായെ ഹിന്ദിൽ ഹിന്ദുക്കൾ പെടും, ജൈനന്മാർ, ബൗദ്ധന്മാർ, സിഖുകാർ എന്നിട്ട് ക്രിസ്ത്യാനികൾ വരെ പെടും. ഇപ്പോൾ ഈ ദളിത് കിളിത്ത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് നടക്കുന്നില്ലേ, പൊക്കിക്കൊണ്ട് നടക്കുന്നില്ലേ? ഇതൊക്കെ ബലിമൃഗങ്ങളാണ്. ഇതൊക്കെ അവസാനിക്കും. ഇപ്പോൾ അവരുടെ ഡിസൈൻ അനുസരിച്ച് നോക്കൂ, ഒരു ഡീസ്റ്റെബിലൈസ്ഡായ ശ്രീലങ്ക നമ്മളുടെ അയൽവക്കത്തുണ്ട്. നമ്മളുടെ പ്രഖ്യാപിത ശത്രുവാണ്, നമ്മളാണ് അവരുടെ ശത്രു എന്ന് പ്രഖ്യാപിച്ച മാൽദീവ്സ് നമ്മുടെ അയൽവക്കത്താണ്. നമ്മളോട് എന്നും ശത്രുത മാത്രം പുലർത്തിയ പാകിസ്ഥാൻ വേറൊരു അയൽവക്കത്തുകാരനാണ്. നമ്മളെ എപ്പോൾ വിഴുങ്ങണം എന്ന് നോക്കിയിരിക്കുന്ന ചൈന നമ്മുടെ അയൽവക്കത്താണ്. പ്രത്യേകിച്ച് ബലമൊന്നുമില്ലാത്ത ഭൂട്ടാൻ, നേപ്പാൾ, പിന്നെ ഇന്ത്യ, ഈ 3 രാജ്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി കിടക്കുന്ന ബംഗ്ലാദേശ്, മ്യാൻമർ. ബംഗ്ലാദേശ് ഇപ്പോൾ അവരുടെ കയ്യിലേക്ക് പോയി, ഗജ്വായെ ഹിന്ദ് ആൾക്കാരുടെ കയ്യിൽ പോയി. മ്യാൻമർ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു. അത് പട്ടാളമൊക്കെ ആയിട്ട് അടിച്ചിട്ടാണ്. അതിനകത്ത് ഗജ്വായെ ഹിന്ദ് കലർത്താൻ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ അവർ ഏറ്റവും വേഗം ചെയ്യാവുന്ന ഇന്ത്യയിലേക്ക് മാറി. ഇന്ത്യയിൽ നിങ്ങൾ നോക്കിക്കോളൂ, 800 ജില്ലകളുണ്ട്. ഈ 800 ജില്ലകളിൽ 200 ജില്ലകളുടെയും ഡെമോഗ്രാഫി മാറിക്കഴിഞ്ഞു. ഏത് മതം കൂടുതൽ ഏത് മതം കുറവ് എന്ന് ഞാൻ പറയുന്നില്ല, ഡെമോഗ്രാഫി മാറിക്കഴിഞ്ഞു. നിങ്ങൾ സെൻസസ് എടുക്കാതെ എത്ര കാലം ഇത് ഒളിച്ചു വയ്ക്കും? എത്ര കാലം നമ്മൾ സെൻസസ് നടത്താതെ ഇതിങ്ങനെ കൊണ്ടുപോകും? എന്നിട്ട് ഹിന്ദുക്കൾ പ്രസംഗിക്കും, 85% ഹിന്ദുക്കളുള്ള രാജ്യമാണ്. 85 ഇല്ല ചേട്ടാ. എണ്ണി നോക്കിക്കഴിഞ്ഞാൽ നുള്ളിപ്പെറുക്കിയ 70% വരും. നിങ്ങൾ ഇത്രയേ ഉള്ളൂ, വെറുതെ പൊങ്ങച്ചം പറയല്ലേ. 70-ൽ കൂടുതൽ ശതമാനം ഹിന്ദുക്കൾ ഭാരതത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതല്ലെങ്കിൽ സെൻസസ് എടുത്തിട്ട് എന്നെപ്പോലുള്ള പാവങ്ങൾക്കും കൂടെ ബോധ്യം വരട്ടെ. ഈ പറഞ്ഞ ജനസംഖ്യയൊന്നും നിങ്ങൾക്കില്ല. ഇപ്പോൾ അറഫ ഖാനൂൻ അതോ ഖാട്ടൂണോ അങ്ങനൊരു സ്ത്രീയുണ്ട്. അത് ഗജ്വായെ ഹിന്ദ് ഗ്രൂപ്പിലാണ്. അവർ പരസ്യമായിട്ട് ട്വീറ്റ് ചെയ്തു, ഭാരതത്തിലിരുന്ന് ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്, 30 കോടി നമ്മളുണ്ട് എന്ന് വെച്ചാൽ മുസ്ലിങ്ങളുണ്ട് എന്ന്. 30 കോടി നമ്മളുണ്ട്, 30 കോടി നോൺ സംഘി ഹിന്ദുക്കളുണ്ട്. 30 കോടിയുണ്ട്. ഈ സംഖ്യയാണല്ലോ തല്ലിപ്പൊളി, ചാണകസംഖ്യ. ഈ ചാണകസംഖ്യയെ മാറ്റിക്കഴിഞ്ഞാൽ സാധാരണ ഹിന്ദു 30 കോടിയുണ്ട്. 30 60 കോടിയുണ്ട്. ഭാരതത്തിൽ ഒരു ബംഗ്ലാദേശ് അരങ്ങേറാൻ വലിയ താമസമൊന്നും വേണ്ട എന്നാണ് അറഫ ഖാനൂൻ എന്ന സ്ത്രീ പറഞ്ഞത്. പച്ചയ്ക്ക് ട്വീറ്റ് ചെയ്തിരിക്കുക, എക്സിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ആരും ചോദിക്കാനില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷീദ്, അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ഭാരതത്തിൽ ബംഗ്ലാദേശ് ഉണ്ടാവാൻ അല്പം പ്രയാസമാണ്. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഭാരതത്തിൻ്റെ വലിപ്പമുണ്ടല്ലോ, വലിപ്പം വളരെ വലുതാണ്. അതുകൊണ്ട് താമസിച്ചേ
ഭാരതം ബംഗ്ലാദേശായിട്ട് മാറുകയുള്ളൂ. പെട്ടെന്നൊന്നും നടക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. പുള്ളിയുടെ ആൾക്കാരെ സമാധാനിപ്പിക്കുകയാണ്. ഇവിടെയും കൂടെ ബംഗ്ലാദേശ് വേണം ചേട്ടാ. വരട്ടെ, ഇവിടെ സൈസ് കൂടുതലാണ്. ബംഗ്ലാദേശ് വളരെ ചെറുതാണ്. അതുകൊണ്ട് ബംഗ്ലാദേശിൽ അവർക്ക് എളുപ്പം സാധിച്ചു. ഇവിടെ നമുക്ക് കുറേ കൂടെ ഒരുങ്ങാനുണ്ട്, കുറേ കൂടെ ജനസംഖ്യ മാറ്റിയെടുക്കാനുണ്ട്, ഒക്കെയുണ്ട്. സൽമാൻ ഖുർഷീദ് സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റാണ്, കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവാണ്. ഒരിക്കൽ യാദർച്ഛികമായിട്ട് സുപ്രീം കോടതിയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ പലർക്കും കൈ കൊടുക്കുന്നതിനിടയിൽ കൂട്ടത്തിൽ നിന്ന് എനിക്കും ആരാണെന്നറിയാതെ സൽമാൻ ഖുർഷീദ് കൈ പിടിച്ച് കുലുക്കിയിട്ടുണ്ട്. ഈ കൈ കുലുക്കുമ്പോൾ നിരത്തി പിടിച്ചങ്ങ് കുലുക്കുമല്ല, ഏത് പോങ്ങനെങ്കിലും ആയിക്കോട്ടെ, എൻ്റെ കൈയും പിടിച്ച് കുലുക്കി, ഞാനും കുലുക്കി. അങ്ങനെ സൽമാൻ ഖുർഷീദ് എന്നെ ഒന്ന് കുലുക്കിയതാണ്. അപ്പോൾ ആൾ ചില്ലറക്കാരനൊന്നുമല്ല, വലിയ മനുഷ്യനാണ്. പുള്ളി ഇത് പരസ്യമായിട്ട് ഇന്ത്യയിൽ പ്രസംഗിക്കുന്നു. ഇനി ഞാൻ നടന്ന സംഭവമാണ്. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇന്ത്യ ബംഗ്ലാദേശ് ആവാൻ വലിയ താമസമില്ല എന്ന് എനിക്ക് പറയാം. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളുടെ തെഹസീൽ എന്ന് പറയുമല്ലോ, തഹസീൽദാരുടെ ഒരു ഭൂപരിധിയുണ്ട്, അതിനെയാണ് തെഹസീൽ എന്ന് പറയുന്നത്. ഭാരതത്തിൻ്റെ ബോർഡറിലുള്ള എല്ലാ തെഹസീലുകളും ഏകദേശം 300 തെഹസീൽ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ തെഹസീലുകളും, ഞാൻ പറഞ്ഞല്ലോ തഹസീൽദാരിൻ്റെ കീഴിൽ വരുന്ന സ്ഥലം, തഹസീൽദാർ ഇപ്പോഴുമുള്ള ഒരു സ്ഥാനമാണ് നമ്മളുടെ അഡ്മിനിസ്ട്രേഷനിൽ. തഹസീൽദാർ എന്ന് പറഞ്ഞൊരു സ്ഥാനമുണ്ട്. ആരാണ് ഈ തഹസീൽദാർ? എവിടെ വരെയാണ് അദ്ദേഹത്തിൻ്റെ ജൂറിസ്ഡിക്ഷൻ? ആ ജൂറിസ്ഡിക്ഷനെയാണ് തഹസീൽ എന്ന് വിളിക്കുന്നത്. സാധാരണ ഈ ജൂറിസ്ഡിക്ഷനെ ചൊല്ലി തർക്കമൊന്നും ഉണ്ടാവാറില്ലാത്തതുകൊണ്ട് നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കാറില്ല. നമുക്കറിയാം നമ്മുടെ തഹസീൽദാർ എന്ന് പറഞ്ഞാൽ അവിടെ ജില്ലാ കളക്ടറേറ്റ് പോയാൽ അവിടെ തഹസീൽദാർ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ തഹസീൽദാർക്ക് പ്രത്യേകം ആഫീസുണ്ട്, താലൂക്ക് ആഫീസ് എന്ന് പറയും. അങ്ങനെ കടയന്നൂർ താലൂക്ക് ആഫീസ് എറണാകുളത്തിൻ്റെ, അപ്പോൾ അവിടെ തഹസീൽദാരുണ്ടാകും. പക്ഷേ ഈ തഹസീൽ എന്താ, അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അവർക്ക് അവരുടെ ഒരു അധികാരപരിധിയുണ്ട്. അങ്ങനെ ഭാരതത്തിൻ്റെ അതിരുകളിൽ കിടക്കുന്ന തഹസീലുകൾ, ഞാൻ പറയുന്നത് നിങ്ങൾ കാശ്മീർ മുതൽ തുടങ്ങുക, പടിഞ്ഞാറോട്ട് ഗുജറാത്ത് വന്ന് രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, പിന്നെ അങ്ങോട്ട് മുകളിലേക്ക്, അതായത് വടക്കോട്ട് തമിഴ്നാട്, തെലങ്കാന, ആന്ധ്ര, ഒറീസ, ബംഗാൾ, പിന്നെ അപ്പുറത്ത് പോയിട്ട് സിക്കിമിൻ്റെ അതിർത്തി, ഇങ്ങോട്ടൊക്കെ പോയി നോക്കുക. എല്ലാ തഹസീലുകളിലും ഡെമോഗ്രാഫി ചേഞ്ച് ആയിരിക്കണം. എല്ലാ തഹസീലിനും ചേഞ്ച് ആയിരിക്കണം. ഗജ്വായ ഹിന്ദിൻ്റെ അടുത്ത പരിപാടി എന്താ? നുഴഞ്ഞുകയറ്റം. ഭാരതത്തിൽ നുഴഞ്ഞു കയറിയവരുടെ അപ്രോക്സിമേറ്റ് കണക്ക് 5 കോടിയാണ്. 5 കോടി വിദേശ പൗരന്മാർ. അവർ പാകിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട്, ബംഗ്ലാദേശിൽ നിന്നുള്ളവരുണ്ട്. 2 പേർക്കാണ് പ്രാമുഖ്യം. 3ാമത് റോഹിംഗ്യയുണ്ട്. എന്നാൽ ഇക്കൂട്ടത്തിൽ ഏറ്റവും ക്രൂരമായിട്ട് പെരുമാറുന്നവർ റോഹിംഗ്യ മുസ്ലിംസാണ്. എന്തിനും മടിക്കാത്ത പോക്രികൾ. അങ്ങനെയാണല്ലോ അവർ റോഹിംഗ്യ മുസ്ലിംസ് എന്നറിയപ്പെടുന്നത്. മ്യാൻമറിൻ്റെ ഒരു പ്രദേശമാണ് റോഹിംഗ്യ. മ്യാൻമർ മുസ്ലിംസ് എന്ന് അവരെ വിളിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. റോഹിംഗ്യ മുസ്ലിംസ് എന്ന് വിളിക്കും. ഇതൊക്കെ ഒരു ഡിസൈനാണ്, ഗൂഢാലോചന തിയറിയല്ല കേട്ടോ, യാഥാർത്ഥ്യങ്ങളാണ്. ഗൂഢാലോചനയുടെ കാര്യമൊക്കെ കഴിഞ്ഞു. 5 കോടി നുഴഞ്ഞുകയറ്റക്കാരുണ്ട്. ഈ നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാൻ എന്താ മാർഗം? ആ മാർഗത്തിൻ്റെ തമാശയാണ് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങളോട് ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ നടന്ന നാടകം, കഴിഞ്ഞ ജൂലൈ 18 വരെ ആ നാടകം നടക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ ഞാനങ്ങ് ഉപേക്ഷിച്ചു. കമ്മിറ്റിയുടെ പുറത്ത് കമ്മിറ്റി വയ്ക്കാൻ ആലോചിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സത്യവാങ്മൂലം വാങ്ങുന്നു. ആ സത്യവാങ്മൂലത്തിന് കൂടുതൽ സമയം കൊടുക്കുന്നു. അതിനിടയ്ക്ക് പെറ്റീഷണർ നെഞ്ചത്തടിക്കുന്നു, എൻ്റെ പൊന്നു ചേട്ടാ ഇവരിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. 5 ജില്ലയായിരുന്നു, ഇപ്പോൾ 6 ജില്ലയായി. 6 ജില്ലയായോ? അപ്പോൾ 6ാമത്തെ ജില്ലയ്ക്കും ഒരു കമ്മിറ്റി വേണം എന്ന് പറയുന്നു. കേന്ദ്ര സർക്കാർ പറയുന്നു സംസ്ഥാന സർക്കാർ ചെയ്യട്ടെ. സംസ്ഥാന സർക്കാർ പറഞ്ഞു ഇത് CAA വന്നു കഴിഞ്ഞു, ഇനിയിപ്പോൾ കേന്ദ്രമാണ് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ എന്നാൽ കേന്ദ്രം ചെയ്തോട്ടെ. അപ്പോൾ സംസ്ഥാനം പറയുന്നു അല്ല ഞങ്ങളൊരു റിപ്പോർട്ട് തരാമെന്ന് പറയുന്നു, എന്നാൽ കൊണ്ടുപോകാമെന്ന് പറയുന്നു. ആ റിപ്പോർട്ട് ഒപ്പിട്ടത് അതിൻ്റെ താഴത്തെ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞിട്ട് കോടതി തള്ളുന്നു. ഈ നാടകം ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ നടക്കുന്നു. പല ഹൈക്കോടതികളിലും ഈ നാടകം നടക്കുന്നുണ്ടാവും. ഇതാണ് ഈ പറഞ്ഞ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ നമ്മൾ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനം. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്നു. 2ാമത്തതാണ് മതപരിവർത്തനം. അത് പിടിച്ചുകൊണ്ട് പോയിട്ട് പരിവർത്തനം ചെയ്യുക, ലവ് ജിഹാദ് വഴി ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു.
രണ്ടാമത് മതപരിവർത്തനം, മൂന്നാമതാണ് ഡ്രഗ്സ്. ഒരു നാടിനെ നശിപ്പിക്കാൻ ഏറ്റവും എളുപ്പം ഡ്രഗ്സ് അവിടുത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ സൂത്രത്തിന് കയറ്റി വിടുക എന്നുള്ളതാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ സാധനത്തിന് പിന്നെ ഒരു വാലും തുമ്പും ഉണ്ടാവില്ല, ഒരു കമ്മിറ്റ്മെൻറ്റും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എനിക്ക് നേരിട്ട് ബോധ്യമുള്ളൊരു കാര്യം ഞാൻ പറയാം. ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായിരുന്ന കാലം, ഇപ്പോഴല്ല, ഒരു 10 വർഷം മുമ്പാണ്. ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് ശക്തി പ്രാപിച്ചു വരുന്നു. അപ്പോൾ ഞാൻ ആലപ്പുഴയിലെ ഒരു പൊതുപ്രവർത്തകനോട് പറഞ്ഞു, നിങ്ങളിത് ശ്രദ്ധിക്കുന്നില്ലേ, പോപ്പുലർ ഫ്രണ്ട് ആലപ്പുഴയിൽ വെച്ചടി കയറ്റമാണല്ലോ. അയാൾ പറഞ്ഞു, ചേട്ടാ വെച്ചടി കയറുന്നൊക്കെ ഉണ്ട്, പക്ഷേ അതുപോലെ പൊളിഞ്ഞു പോകും. ഞാൻ ചോദിച്ചാൽ അതെന്താ പൊളിഞ്ഞു പോകാൻ? പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആലപ്പുഴ ജില്ലയിലെ പ്രസിഡൻറ്റും സെക്രട്ടറിയും, അവരുടെ പേര് വേറെ എന്താണ് കേട്ടോ, ബട്ട് പ്രസിഡൻറ്റ് സെക്രട്ടറി എന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. പ്രസിഡൻറ്റും സെക്രട്ടറിയും ഡ്രഗ് അഡിക്ട്സാണ്. ഏറിയാൽ 6 മാസം ചേട്ടൻ നോക്കിയോ പോപ്പുലർ ഫ്രണ്ട് തന്നെ പൊളിഞ്ഞു പോകും. പറഞ്ഞ പോലെ തന്നെ 4 മാസം എടുത്തില്ല, പോപ്പുലർ ഫ്രണ്ട് വഴിയാധാരമായി ആലപ്പുഴയിൽ. പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ഇത് മനസ്സിലായി. അവർ ഈ 2 പേരെ ഒഴിവാക്കി, മറ്റ് ഡ്രഗ് അഡിക്ട്സിനെ അവരുടെ ഇടയ്ക്ക് നിന്ന് ഒഴിവാക്കി, സ്ട്രോങ് ആൾക്കാരെ വെച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാണ്, വീണ്ടും ശക്തി പ്രാപിച്ചിട്ടാണ് അവിലും മലരും കരുതിക്കോ കുന്തിരിക്കം വാങ്ങിച്ചോ എന്നുള്ള മുദ്രാവാക്യം വന്നത്. ഇതിനൊക്കെ ശേഷമാണ്. അതിന് മുമ്പ് നടന്ന സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്. അവിലും മലരും കുന്തിരിക്കവും വരുന്നതിന് മുമ്പ് സ്വയം പോപ്പുലർ ഫ്രണ്ട് ഇതിൻ്റെ രുചി അറിഞ്ഞവരാണ്. കാരണം ഈ പുറത്തുനിന്ന് വരുന്ന ഡ്രഗ്സ് ഒരാൾക്ക് മാത്രമല്ലല്ലോ, കൈമാറുന്ന ആളും ഒന്ന് രുചിച്ച് നോക്കിയാലോ ഭയങ്കര ഡേഞ്ചറാണ്. ഒരു തലമുറയെ മൊത്തം മഫന്മാരാക്കിയിട്ട് മാറ്റുന്നതാണ് ഈ ഡ്രഗ്സ്. ഈ ഡ്രഗ്സ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാശിന് വേണ്ടി മാത്രം കൊടുക്കുന്നതല്ല, ഡെമോഗ്രാഫിക് ഷിഫ്റ്റിന് വേണ്ടിയിട്ട് ഒരു രാജ്യത്തെ ജനതയെ അലസന്മാരാക്കാനായിട്ട്. പണ്ട് ബ്രിട്ടീഷുകാർ ചൈനയിൽ ചെയ്തതല്ലേ, അതല്ലേ ദ ഗ്രേറ്റ് ഓപ്പിയം വാർ. ഓപ്പിയം എന്ന് പറയുന്ന കറുപ്പ് കൊടുത്ത് ആൾക്കാരെ മയക്കി അവരെ ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റിയവരാണ് ബ്രിട്ടീഷുകാർ. ആ തന്ത്രം ഇപ്പോഴും പറ്റുന്നു. MDMA എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രഗ്സ്. ഇത് കൂടാതെയാണ് സെക്ഷൽ ആക്ടിവിറ്റി. അത് ഈ റീൽസ് വഴി, നിങ്ങളുടെ യൂട്യൂബ്, അത് ഇതൊക്കെ താല്പര്യമുള്ളവർക്ക് ഒരേ ഒരു നഗ്ന ചിത്രം ഒന്ന് ഏതെങ്കിലും ഒരെണ്ണം തപ്പിയെടുത്താൽ മതി, ബാക്കി യൂട്യൂബ് ചെയ്തോളും. പുറകെ ഇതിങ്ങനെ അയച്ചു തരും. യു ക്യാൻ എൻജോയ്. ഞാൻ ഒരു ചെറുപ്പക്കാരന് ഒരു പെൺകുട്ടി വിളിച്ച് സംസാരിച്ചു. ഇവൻ ചെറുപ്പമില്ലേ, ഇവൻ ഈ സംസാരം ആസ്വദിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ വോയിസ് ക്ലിപ്പ് എടുത്ത് ഇവനിട്ടിട്ട് കാശ് കൊടുന്ന് പറഞ്ഞ് പെങ്കൊച്ചു. അവൻ മര്യാദക്കാരൻ ചെയ്ത് കാണുമ്പോൾ നേരെ പോലീസ് സ്റ്റേഷൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞേട്ടാ എനിക്ക് ഇങ്ങനെ അബദ്ധം പറ്റി. പോലീസുകാരൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചെയ്യാമോടാ മോനെ. ഇപ്പോൾ അവളിങ്ങനെ സംസാരിച്ചപ്പോൾ ഞാനങ്ങ് സുഖിച്ചു പോയി. ഉള്ള സത്യം അവൻ പറഞ്ഞു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പോലീസുകാർ പിന്നെ കൈകാര്യം ചെയ്തു. ഇങ്ങനെ ചെറുപ്പക്കാരെ വശത്താക്കാനായിട്ട് സെക്സ് ഉപയോഗിക്കുക, ഈ പരിപാടികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നുഴഞ്ഞുകയറ്റം, മതപരിവർത്തനം, ഡ്രഗ്സ്, സെക്സ്, ഇത് കൂടാതെയാണ് ഇവിടെയുള്ള ബുദ്ധിജീവികളിലും കോടതികളിലും ഒക്കെ ഇടപെട്ടിട്ട് കോടതിയിൽ നിന്ന് ഓരോ വിധികളൊക്കെ വാങ്ങുക. കോടതി പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വളരെ ടഫ് സ്റ്റാൻഡ് എടുക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ. സുപ്രീം കോടതിയും പല ഹൈക്കോടതികളിലുമൊക്കെ പറഞ്ഞു, കോമൺ ലോ വിൽ പ്രിവെയിൽ ഓൺ പേഴ്സണൽ ലോ. ഈ ഒരു പ്രിൻസിപ്പിൾ ഏകദേശം എല്ലാ കോടതികളും ഇപ്പോൾ എടുത്തു കഴിഞ്ഞു. കോമൺ സിവിൽ കോഡെന്ന് അവർ പറയുന്നില്ല, കോമൺ ലോ. നാട്ടിൽ സെക്യുലർ ലോ, അങ്ങനൊരു ലോ ഉണ്ട്. അതായത് നമ്മളുടെ സ്പെഷ്യൽ മാരേജ് ആക്ട് വിൽ പ്രിവെയിൽ അപ്പോൺ എനി അതർ മാരേജ്. അത് ഹിന്ദു മാരേജ് ആണെങ്കിലും ക്രിസ്ത്യൻ മാരേജ് ആണെങ്കിലും മുസ്ലിം മാരേജ് ആണെങ്കിലും എന്തു കുന്തമാണെങ്കിലും സ്പെഷ്യൽ മാരേജ് ആക്ട് വിൽ പ്രിവെയിൽ. നാളെ ഇനി സക്സഷനും പിന്തുടർച്ചാവകാശവും ഇതുപോലെ ആക്കാൻ ചിലപ്പോൾ കോടതികൾ തയ്യാറാവും. കോടതികൾ മൊത്തത്തിൽ അങ്ങ് കൈവിട്ട് പോയിട്ടൊന്നുമില്ല, ബട്ട് ഒരുപാട് കുത്തിത്തിരിപ്പ് കോടതിയിലെ ഒരു ജഡ്ജിനെ വെച്ചൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ആലോചിക്കുക, ഒരു കോടതി വിധിയെ തുടർന്നാണ് മണിപ്പൂർ കലാപം തുടങ്ങിയത്. കേരളത്തിലും പലതവണ കോടതി വിധിയെ ചൊല്ലി ബഹളം നടന്നിട്ടുണ്ട്. ഹിന്ദുക്കളും സുപ്രീം കോടതി വിധിയെ ചൊല്ലി ബഹളം വെച്ചിട്ടുണ്ട് ശബരിമല കാര്യത്തിൽ. ആരും മോശക്കാരല്ല. കോടതിയുടെ വിധി പലപ്പോഴും സമൂഹത്തെ സമൂലമായിട്ട് അൺസെറ്റിൽ ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് കോടതികളും വളരെ ശ്രദ്ധിച്ചാണ് ഇപ്പോൾ നിൽക്കുന്നത്.
കുറേ കൂടെ ശ്രദ്ധിക്കേണ്ട സമയം വന്നിരിക്കുന്നു. അതിനകത്ത് ചെറിയ അംശമെങ്കിലും മിസ്ചീഫ് കാണിക്കുന്ന ജഡ്ജിമാരുണ്ട്. സിസ്റ്റത്തിൽ മിസ്ചീഫ് നടക്കും. ഇഫ് ദർ ഈസ് എ സിസ്റ്റം, മിസ്ചീഫ് ഈസ് ബൗണ്ട് ടു ഹാപ്പൻ. ആൻഡ് വൺ മിസ്ചീവസ് ജഡ്ജ് ഈസ് സഫിഷ്യൻറ്റ് ടു അൺസെറ്റിൽ ദ ഹോൾ കൺട്രി. ജസ്റ്റിസ് പർദിവാലയാണ് ഈ നമ്മളുടെ നൂപുർ ശർമ്മ കേസ് ഇത്രയും വഷളാക്കിയത്, ഓർമ്മയുണ്ടല്ലോ. അദ്ദേഹം ബെഞ്ചിലിരുന്നിട്ട് ഈ ഭൂലോകത്തെ കുറ്റം മുഴുവൻ ഈ സ്ത്രീ കാരണമാണെന്ന് പറഞ്ഞ് കമൻ്റ് അടിച്ചു, ഭയങ്കരമായിട്ട് ഫയർ ചെയ്തു, ഇതൊക്കെ ചെയ്തു. ഫലം എന്തായി? അവിടെയായിട്ട് 2 കൊലപാതകങ്ങൾ നടന്നു. ഇപ്പോൾ ജഡ്ജിമാരും വാതുറക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ രക്ഷിക്കാൻ എന്ത് ചെയ്യും? അവിടെയാണ് പ്രധാനമന്ത്രി ഒരു ഉത്തരം തരേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ ഓപ്പണായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയണം, ബംഗ്ലാദേശിൽ ശ്വാസം മുട്ടുന്ന ഹിന്ദുക്കളുണ്ടെങ്കിൽ ഭാരതത്തിലേക്ക് വരിക, സ്വാഗതം എന്ന് പറഞ്ഞിട്ട് ബംഗ്ലാദേശിൽ നമ്മുടെ എംബസിയിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് തുറക്കുക, ഇങ്ങോട്ട് വരേണ്ടവർക്ക് വരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. ഞാൻ പറയുന്നത് കുറഞ്ഞ പക്ഷം ഒരു 3 ബംഗ്ലാദേശികൾ ഓൾറെഡി ഇൻഡയറക്റ്റ്ലി എന്നെ കോണ്ടാക്ട് ചെയ്തു, ചേട്ടാ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തേക്ക് കടക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. പലരും പല വീഡിയോയിലും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഭാക്കർ ഭാരത് മേ ആജാവോ. അരെ കേസായ പോലീസിൻ്റെ കയ്യിൽ പെടും, പട്ടാളത്തിൻ്റെ കയ്യിൽ പെടും. നിയമവിരുദ്ധമായ ഒരു പലായനമാണത്. റെഫ്യൂജി സ്റ്റാറ്റസ് കൊടുത്ത് ഒരു രാജ്യം നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ നിങ്ങൾ റെഫ്യൂജി ആയിട്ട് വരുന്നതും വെറുതെ അതിർത്തി ക്രോസ് ചെയ്ത് പട്ടാളത്തിൻ്റെ കയ്യിൽപ്പെട്ട് ജയിലിൽ പോകുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒഫീഷ്യലി നമ്മളുടെ എംബസി വഴിക്ക് ഇങ്ങോട്ട് വരാൻ തയ്യാറുള്ളവർ മുഹമ്മദ് യൂനിസിനോടും പറയുക, ഇങ്ങോട്ട് വരാൻ നിങ്ങൾ ന്യായമൊന്നും പറയണ്ട, അവിടെ ഹിന്ദുക്കളെ ദ്രോഹിക്കുന്നുണ്ട്, ആ ഹിന്ദുക്കൾ ഭാരതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ വിടും, നിങ്ങൾക്ക് ഏതായാലും ഗജവായ ഹിന്ദ വേണ്ടത്, ഹിന്ദുക്കളെ നിങ്ങൾക്ക് വേണ്ടല്ലോ. മുഹമ്മദ് യൂനിസ് ഇതിൻ്റെ ഉസ്താദാണ്. ഇത്ര വലിയ ഹിന്ദു വിരോധിയെ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ചിട്ടിക്കമ്പനി നടത്തിയതിൻ്റെ പേരിൽ നോബൽ സമ്മാനം കിട്ടിയ ആളാണ് അയാൾ. അപ്പോൾ അയാളോട് കാര്യം പറയുക. അതല്ലെങ്കിൽ നമ്മളുടെ ശക്തി ഉപയോഗിക്കുക. ബംഗ്ലാദേശ് ആർമി എന്നൊക്കെ പറയുന്നത് ചുമ്മാതെയാണ്. തോക്കല്ലാതെ ഒരു കുന്തം അവരുടെ കയ്യിലില്ല, ടാങ്ക് നേരെ ചൊവ്വയില്ല, യുദ്ധക്കപ്പലുകളോ. ബംഗ്ലാദേശ് ആർമി എന്താണെന്ന് നിങ്ങളുടെ വിചാരം? നമ്മളൊരു ലോക്കൽ പോലീസ്. ബംഗ്ലാദേശിൻ്റെ വലിപ്പം നിങ്ങൾ നോക്കും, ഒറീസയേക്കാൾ ചെറുതാണെന്നേ ബംഗ്ലാദേശ്. ഒറീസയ്ക്ക് 1,68,000 കിലോമീറ്ററോ മറ്റോ സ്ക്വയർ കിലോമീറ്ററാണ് ഒറീസയുടെ വലിപ്പം. 1,34,000 മറ്റോ ഉള്ളൂ ബംഗ്ലാദേശിൻ്റെ വലിപ്പം. ഇന്ത്യയിൽ ബംഗ്ലാദേശ് ഉണ്ടാക്കാൻ നടക്കുന്നു കുറേ പേര്. നീയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒറീസയിൽ പോലും ഒരു ബംഗ്ലാദേശ് ഉണ്ടാവില്ല, പിന്നെയല്ലേ മൊത്തം ഭാരതത്തിൽ. അതുകൊണ്ട് അനാവശ്യ സ്വപ്നങ്ങൾ കണ്ട് വെടിയുണ്ടാക്കിരയാവാൻ ആരും നിൽക്കണ്ട. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്യേണ്ടത് സ്വാഗതം ഹിന്ദുക്കൾക്ക് മാത്രം എന്നെഴുതി ബോർഡ് വെച്ചിട്ട് അവിടുത്തെ ഹിന്ദുക്കളെ ഇങ്ങോട്ട് വരാൻ അനുവദിക്കുക. അതല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാകും. അത് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.